എനിക്കിന്ന് പരോള് കിട്ടി കേട്ടോ. ഞാൻ ഏറെ കാലത്തിന് ശേഷം ഒന്ന് സിറ്റി വരെ പോവുകയാണ്. ഇതാണ് നമ്മുടെ സാരഥി. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നടൻ റഷീദിക്ക. ആളെന്തൊക്കെയോ പറയുവാണ്. മരുഭൂമിയിലെ ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ സാധനങ്ങളെ ഒന്ന് ഫോട്ടോയിലല്ലാതെ നേരിട്ട് കാണുന്നത്. അപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് ഒരെണ്ണമൊന്നുമല്ല, വരുന്ന വരവ് കണ്ടോ. മാറി നിൽക്കടാ, റോഡിൽ കൂടെയാണോടെ വണ്ടി ഓടിക്കുന്നത്. ആഗ്രഹത്തോടെയാണ് അവരുടെ നടപ്പ് കണ്ട്. ബാക്കിയുള്ള എല്ലാ വണ്ടികളും സൈഡാക്കി വെയിറ്റ് ചെയ്യാണ്. റഷീദിക്ക ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നത് പോലെയുള്ള സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയണോ സുഹൃത്തുക്കളെ, പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞാനിതെന്തിനാ പോകുന്നതെന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ ഈ അബുദാബി വന്നിട്ട് 6 മാസമായുള്ളൂ. ഞാനിവിടെ രജിസ്റ്റേർഡ് നഴ്സാണ്. പക്ഷേ പോസ്റ്റിംഗ് കിട്ടിയത് ഒരു ഡെസേർട്ടിലാണ്. പക്ക 100% ഡെസേർട്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചു. നമ്മളിവിടെ ഒരു സെൻട്രൽ ജയിൽ ലൈഫാണ്. വല്ലപ്പോഴും ഇതുപോലൊരു അവസരം കിട്ടുമ്പോൾ ഒന്ന് ചാടും. നമ്മുടെ നാട്ടിലെ പോലെ പച്ചപ്പും ഹരിതാപയൊക്കെ ഏറെക്കുറെ ഇവിടെയും ഇവർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ആ സൈഡിൽ കാണുന്ന ചെടികളെല്ലാം അങ്ങനെ വളരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കൂടെ ജൂനിയറായിട്ട് പഠിച്ച ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ അനിയൻ, അവൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിലൊക്കെ കയറി നല്ല നമ്മുടെ നാടൻ പഴംപൊരിയും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളൊരു ചായയൊക്കെ അടിച്ചു. ഇവിടെ പോലെ നാട്ടിലെ പോലെ കുലുക്കമൊന്നുമില്ല കേട്ടോ. നമുക്ക് വണ്ടി ഇരുന്ന് ധൈര്യത്തോടെ ചായ കുടിക്കാം. അത് നമ്മുടെ മോന്തയ്ക്ക് വീഴുമെന്നുള്ള പേടിയൊന്നുമില്ല. അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുവാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേടാ, അപ്പോഴാണ് അതേണ്ട അതിൻ്റെ ഇടയിൽ വേറൊരു സാധനം വന്നു. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം കേട്ടോ. ഇത് കാർ മ്യൂസിയം എന്നറിയും. വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഈ മ്യൂസിയത്തിലോട്ടൊക്കെ കയറിയിട്ട് ഇതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം. ഇത് ഭയങ്കര ഫേമസ് ആണ്. ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വന്ന് കാർ മ്യൂസിയം വിസിറ്റ് ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു സംഭവമാണ് എൻ്റെ ഉള്ളിൽ. ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. നെക്സ്റ്റ് ടൈം ഒരു ചാൻസ് കിട്ടുമ്പോൾ കയറി ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ജൂനിയറും നമ്മുടെ സുഹൃത്തുമായ ആളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ നാളായിട്ട് നമ്മളെ വിളിക്കുവാണ്. അപ്പം നമ്മൾ ഇന്നങ്ങനെ പോവുകയാണ്. ഒരു പരോള് കിട്ടി. നമ്മൾ ഈ യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിയുന്നു കേട്ടോ. സിറ്റി ആവാറായി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് അസബ് എന്നാണ്. അത് ഏകദേശം നല്ല അബുദാബിയുടെ ഒരു ബോർഡറായിട്ട് തന്നെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴും ഇങ്ങനെയാണ്, ചാൻസ് കിട്ടുമ്പോൾ മാത്രമാണ് പോകുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ സിറ്റിയിലോട്ടാകുകയാണ്. ഇവിടുത്തെ റോഡും കാര്യങ്ങളെല്ലാം കണ്ടോ, 4 വരി പാതയാണ്. അപ്പോൾ ഓരോ ഇതിനും സ്പീഡ് ലിമിറ്റുകളുണ്ട്. ആ സ്പീഡ് കുറഞ്ഞാലും ഫൈനാണ്, കൂടിയാലും ഫൈനാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ യാത്രക്കാർക്കും ഇവിടുത്തെ സിറ്റിസൺസിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്കതൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ചെറിയൊരു ട്രാഫിക് ഉണ്ട്. അബുദാബിയിലോട്ട് പോകുന്ന മെയിൻ റോഡാണിത്. അപ്പോൾ നമ്മുടെ സിറ്റിയിലോട്ടാവുന്നതിൻ്റെ ചെറിയൊരു ട്രാഫിക്. മനസ്സിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ കരടിയെ പോലെ ഇരുന്ന ഞാൻ ഒന്ന് ബാർബർ ഷോപ്പിലേക്ക് കയറി ഒന്ന് മിനുക്കുപണിയൊക്കെ ചെയ്തു. ഇവരാണ് കേട്ടോ ഉമ്മ പറഞ്ഞ ടീം. ഇതിൽ 2 പേര് 2010 ഞങ്ങളുടെ ജൂനിയറായിട്ട് പഠിച്ചവരാണ്. ഇതാണ് നമ്മുടെ ആള്. ഈ 2 പേരും ട്വിൻസാണ് കേട്ടോ. കണ്ടാൽ മാറിപ്പോവും. എനിക്ക് തന്നെ മാറിപ്പോയി. ഇവർ തൃശ്ശൂർ കിടികളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കപ്പിൾസ്. ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെയും കിടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഏതായാലും അടിപൊളിയായിരുന്നു. ചെറിയ സെറ്റപ്പാണ്. ഇവർ വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി, കേക്കൊക്കെ മുറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. നല്ലൊരു വൈബായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്വർഗ്ഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ മരുഭൂമി മാത്രം കണ്ട് കിടക്കുന്നവരാണ്. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ വൈബായിരുന്നു. ഇവൻ നമ്മുടെ കോവിഡ് സമയത്ത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആളാണ് കേട്ടോ. പത്രത്തിലൊക്കെ വന്ന് വളരെ പ്രശസ്തനാണ്. ആ സമയത്ത് വോളണ്ടിയറായിട്ട് വന്ന ആളാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ സെറ്റിലായി. ഇതൊക്കെ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ചങ്ക് സുഹൃത്തുക്കളാണ്. ഇത് വിനീത്, നമ്മുടെ ജൂനിയറായിട്ട് അവൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ്. ആൾ വൈബാണ്. ഈ ഒരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ വരെ വന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. നമുക്കിതൊന്നും അവിടെ കിട്ടുന്നില്ല. നമ്മൾ മരുഭൂമി മാത്രം കണ്ട് മടുത്ത് ജീവിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ജിമ്മിനാണ് കേട്ടോ. ഇത് നമ്മുടെ കോളേജിൽ പഠിച്ചതാണ്. ഇവരൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ. അങ്ങനെ ഫുഡ് കാര്യത്തിലൂടെ കടന്നു. ഇവർ തന്നെ വീട്ടിലുണ്ടാക്കിയ ഫുഡാണ്. അല്ല കിടിലം ഫുഡായിരുന്നു. നെയ്ച്ചോറും കുറച്ച് ബീഫും അച്ചാറും പൊളിച്ചു. വാട്ട് എ വൈബ് ഡേ. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തു. ഇതാ നമ്മൾ പോവുകയാണ് തിരിച്ച് സുഹൃത്തുക്കളെ. നൈറ്റ് ഡ്രൈവാണ്. കൊള്ളാം, നല്ല വൈബായിരുന്നു അതും. അങ്ങനെ നമ്മുടെ ഏരിയയിലോട്ടൊക്കെ എത്തി. കുഴപ്പമൊന്നുമില്ല. തിരിച്ച് കയറുമ്പോൾ മനസ്സിന് എന്തോ ഒരു ഫീല്, തിരിച്ചിനി ഇവിടെ നിൽക്കണമല്ലോ എന്നുള്ളൊരു ഫീല്. നാളെ രാവിലെ വീണ്ടും സെയിം കാഴ്ചകളൊക്കെ തന്നെയാണല്ലോ എന്ന്. പിന്നെ ഞാൻ റീൽസും ഷോർട്ട് ഫിലിമും അങ്ങനെ ജിമ്മും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ വൈബായിട്ട് പോകുന്നു. എന്താണെങ്കിലും നമുക്ക് ജീവിക്കണമല്ലോ, പിടിച്ചു നിൽക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ക്യാമ്പിലോട്ടുള്ള എൻട്രിയാണ്. സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അകത്തോട്ട് കയറി. നമ്മുടെ വണ്ടി പജേറയാണ് കേട്ടോ. എൻ്റെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സുഹൃത്തുക്കളെ. ബൈ ബൈ.